ഇന്ത്യയിൽ ചരിത്രം തിരുത്തുന്ന ഒരു പ്രഖ്യാപനം നടന്നു. 2005 ഒക്ടോബർ 2-ന് UPA സർക്കാർ നയിക്കുന്ന കോൺഗ്രസ്സുകാരനായ മൻമോഹൻ സിംഗാണ് രാജ്യം അന്ന് വരെ ചെയ്യാത്ത ഒരു നിയമം പാസാക്കി കൊണ്ടുവന്നത്. സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഞെട്ടിത്തരിച്ചു. ഉദ്യോഗസ്ഥ രംഗം, അതായത് ബ്യൂറോക്രാസി പകച്ചു നിന്നു. സർക്കാരുകൾ പരവശരായി. ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പിക്കുക എന്നതായിരുന്നു ആ കൊണ്ടുവന്ന നിയമത്തിൻ്റെ ലക്ഷ്യം. അതിൽ പ്രധാനമായും പറയുന്ന 3 കാര്യങ്ങളാണ് പ്രസക്തം. ഇന്ത്യയിലെ പൗരന്മാർക്ക് പൊതു അധികാരികളിൽ നിന്നുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഇത് നൽകുന്നു. 2, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതും ഇത് ലക്ഷ്യമിടുന്നു. 3, ഇന്ത്യയിലെ ഏതൊരു പൗരനും അപേക്ഷ സമർപ്പിച്ച് വിവരങ്ങൾ തേടാവുന്നതാണ് എന്നതും ഈ ചട്ടത്തിൽപ്പെടും. ഈ നിയമം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവരാവകാശ നിയമം പാസാക്കുന്നതിന് മുൻപ് 2002-ൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് വിപുലീകരിച്ച് വിവരാവകാശ നിയമം വഴി പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശത്തിനായുള്ള ഒരു വൻ മുന്നേറ്റം സൃഷ്ടിച്ചത്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള നിരവധി അഴിമതികൾ, 60 ലക്ഷത്തിലധികം അപേക്ഷകൾ വർഷം തോറും ഫയൽ ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ 2014 മുതൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നിയമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പോഴിതാ പുതിയ വാർത്തകൾ പ്രകാരം ഈ നിയമം പൂർണ്ണമായും ഇല്ലാതാക്കാൻ BJP ശ്രമം നടത്തുകയാണ് എന്നതാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നത്. വിവരാവകാശ കമ്മീഷന്റെ സ്വയം ഭരണാധികാരം കവർന്നെടുത്തുകൊണ്ട് കേന്ദ്രത്തിന് വിധേയരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചും വിവരാവകാശ നിയമത്തെ നിഷ്ക്രിയമാക്കാൻ നിരന്തര ശ്രമം നടത്തി മുന്നോട്ട് പോയ മോദി സർക്കാർ ഇപ്പോൾ ഇത് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിലാണ്. ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന പൗരനെ ഭയപ്പെടുന്ന ഭരണകൂടം ജനത്തിൻ്റെ അവകാശത്തെ നിഷ്കുരണം ഇല്ലാതാക്കി ജനാധിപത്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്നു എന്ന് വേണം കരുതാൻ. 2014 മുതൽ മോദി ഭരണത്തിലേറിയത് മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ രഹസ്യ നീക്കവും അഴിമതികളും ഈ നിയമത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയും ആ അഴിമതികളെല്ലാം വെളിയിൽ വരുമെന്നതും ഭയപ്പെടുന്ന സർക്കാർ ആകെ അങ്കലാപ്പിൽപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ രാജ്യത്തിൻ്റെ വിവരാവകാശ നിയമം റദ്ദു ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നത് എന്ന് വേണം കരുതാൻ. അധികാരത്തിലെത്തി 11 വർഷമായി ഈ നിയമത്തെ അപ്രസക്തമാക്കാനുള്ള നടപടികൾ ഉണ്ടായി എന്നത് വ്യക്തമാക്കുന്നതിൻ്റെ ഉദാഹരണം 20 വർഷത്തിലധികമായി ഭരിക്കുന്ന ഗുജറാത്ത് വിവരാവകാശ നടത്തിപ്പിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഈ നിയമത്തിൽ അനുശാസിക്കുന്നതനുസരിച്ച് മാധ്യമരംഗത്തുള്ളവരെയോ പൗര സംഘടനയിലെയോ വിവരാവകാശ കമ്മീഷനിൽ ആരെയും നിയോഗിച്ചിട്ടില്ല. ഇതിലൂടെ നിയമത്തിൻ്റെ നടത്തിപ്പും അപ്പീലുകളും ഉദ്യോഗസ്ഥരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ വീഴ്ച കണ്ടെത്തിയ കേസുകളിൽ 1% താഴെ മാത്രമാണ് പിഴ ഈടാക്കിയത്. 26 വകുപ്പുകളിലും 2026-ലെ പരിശോധനയിൽ 35% മാത്രമേ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തത് എന്നതാണ് കണ്ടെത്തൽ. 38% പഴയകാല വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. 8% പ്രവർത്തനങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. ഇതിന് സമാനമാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിവരാവകാശ കമ്മീഷനുകളുടെ സ്ഥിതി. സംസ്ഥാന കമ്മീഷനുകളിൽ അധ്യക്ഷൻ്റെയും കമ്മീഷണർമാരുടെയും ഒഴിവുകൾ മാസങ്ങളായി, വർഷങ്ങളായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഉണ്ടായിരുന്നവർ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം പുതിയ കമ്മീഷണർമാരെ നിയമിച്ചിട്ടില്ലാത്തതിനാൽ ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, തെലങ്കാന, ഗോവ, ത്രിപുര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ 1 വർഷത്തിലധികമായി ഭാഗികമായാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള അപേക്ഷകൾക്കെതിരായ അപ്പീൽ പരിഗണിക്കുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2 കമ്മീഷണർമാർ മാത്രമാണ് നിലനിൽക്കുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉൾപ്പെടെ 9 ഒഴിവുകൾ ഇപ്പോഴും നികത്തിയിട്ടില്ല. 1 വർഷത്തിൽ ശരാശരി 2.4 ലക്ഷം അപ്പീലുകൾ ലഭിക്കുന്നതിൽ 1.8 ലക്ഷം കേസുകൾ മാത്രമേ തീർപ്പാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നിങ്ങനെ നിരവധി പരിമിതികളാണ് കമ്മീഷൻ നേരിടുന്നത്. ഈ രീതിയിൽ വിവരാവകാശ നിയമത്തെ ബോധപൂർവം ദുർബലപ്പെടുത്തി മുന്നോട്ട് പോയ സർക്കാർ ഇപ്പോൾ അതിനെ തകർക്കാൻ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ എക്കണോമിക് സർവേ റിപ്പോർട്ട് ടേബിളിൽ ചെയ്തു.
കേന്ദ്ര ബഡ്ജറ്റ് നാളെ വരികയാണ്. അതിൻ്റെ മുന്നോടിയായാണ് ധനമന്ത്രി എക്കണോമിക്സ് സർവേ പാർലമെൻറ്റിൽ ടേബിളിൽ വെച്ചത്. ആ സർവേയും അത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലെ സാമ്പത്തിക സർവേ മാത്രമല്ല. കേന്ദ്ര സർക്കാർ വെച്ച ഒരു പ്രധാന നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ ആക്ട് പുനഃപരിശോധിക്കാനുള്ളതാണ്. സർക്കാർ ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണ പരത്തി ഈ നിയമത്തെ മാറ്റിമറിക്കാനുള്ള നീക്കം ഭയാനകം തന്നെ ആയിട്ടാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യയിലെ ഞെട്ടിച്ച അഴിമതി കഥകളുടെ ചുരുളഴിക്കാൻ ഈ നിയമത്തിലൂടെ കഴിഞ്ഞുവെന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് വിവാദം തന്നെ ഉദാഹരണമായി എടുക്കാം. 2016 ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിറക്കി. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവരാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിന്നൊക്കെയാണ് സംഭാവനകൾ ലഭിക്കുന്നത്, ആരൊക്കെയാണ് ആ സംഭാവനകൾ നൽകുന്നത്, അതൊക്കെ തന്നെ പൊതുസമൂഹത്തോട് വെളിപ്പെടുത്താൻ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധ്യതയുണ്ട് എന്നതും ഈ വിവരാവകാശ നിയമത്തിന് കീഴിൽ ഉൾപ്പെടുത്തണം എന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. അതിനെ മറികടക്കാൻ ഒന്നാം മോദി സർക്കാർ ഒരു പുതിയ പദ്ധതി പാർലമെന്റിൽ കൊണ്ടുവന്നു. ആ പദ്ധതിയുടെ പേരാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്നത്. നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൈമാറാതെ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ പണം നൽകി ആ ബോണ്ടുകൾ സംഭാവനയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകും. എന്നാൽ ഈ ബാങ്കിൽ ഏത് കമ്പനിയാണ്, ഏത് വ്യക്തിയാണ് ഈ ബോണ്ടുകൾ വാങ്ങിയത് എന്നത് രഹസ്യമാക്കി വയ്ക്കുകയും ചെയ്യും. അതായത് പാർട്ടികൾക്ക് രഹസ്യമായി പണം നൽകാൻ കഴിയുന്ന ഒരു സ്കീമാണ് കേന്ദ്രം കൊണ്ടുവന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് 2024 സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പ്രസ്താവിച്ചു. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് ആ വിധി. ആ സംഭാവനയിലെ രഹസ്യാത്മകത വിവരാവകാശ നിയമപ്രകാരം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, മധ്യപ്രദേശിലെ വ്യാപം അഴിമതി ഒക്കെ പുറത്തു വന്നത് ഈ വിവരാവകാശ നിയമത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ 2019 മോദി സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. വിവരാവകാശ കമ്മീഷനെ നിയമിച്ചാൽ 5 വർഷമാണ് അവരുടെ കാലാവധി എന്നിരിക്കെ ആ നിയമം പൊളിച്ചെഴുതി മോദി സർക്കാർ. കമ്മീഷണറെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, ആരെ വേണമെങ്കിലും ആ സ്ഥാനത്ത് നിയമിക്കാം എന്നതായിരുന്നു സർക്കാർ കൊണ്ടുവന്ന പ്രധാന മാറ്റം. യഥാർത്ഥത്തിൽ സർക്കാർ ഈ കമ്മീഷനെ ഹൈജാക്ക് ചെയ്യാമെന്ന തരത്തിലേക്ക് വിവരാവകാശ കമ്മീഷനെ മാറ്റി എന്നർത്ഥം. ഇത്തരത്തിൽ വിവരാവകാശ കമ്മീഷനെ ചൊൽപ്പടിക്കാക്കാനുള്ള ഇടപെടലുകളാണ് സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 മറ്റൊരു നിയമം കൊണ്ടുവന്നു. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ അഥവാ DPDP നിയമം. വ്യക്തിഗതമായ വിവരങ്ങൾ കൈമാറേണ്ടതില്ല, അത് സുരക്ഷിതമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് ഒരു പദ്ധതിയിൽ അഴിമതി നടന്നാൽ അത് കൈകാര്യം ചെയ്ത അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നാണ് DPDP നിയമത്തിൽ പറയുന്നത്. മോദിയുടെ തന്നെ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവരാവകാശ അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ തടയപ്പെട്ടിട്ടുമുണ്ട് എന്നത് മറക്കരുത്. മോദിയുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ പുറത്തു വന്നത് ഈ വിവരാവകാശ നിയമങ്ങളുടെ പിൻബലത്തിൽ വന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ വിവരങ്ങളാണ് രാജ്യം അറിഞ്ഞത് ഇതിലൂടെ. അതായത് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ. PM കെയർ പദ്ധതിയുടെ അഴിമതി വെളിയിൽ വരുമെന്നായപ്പോഴാണ് നരേന്ദ്രമോദി ഇങ്ങനെ ഒരു നിയമം പാസാക്കിയത് എന്നത് ഓർക്കണം. കൊട്ടിഘോഷിച്ച് നടത്തിയ നോട്ട് നിരോധനം വഴി ഇന്ത്യയിലെ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കുന്നു എന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി വിവരാവകാശ അപേക്ഷകൾ പോയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വിവരം ഒറ്റ പൈസ പോലും ബ്ലാക്ക് മണിയായി ബാങ്കിലേക്ക് വന്നിട്ടില്ല എന്നതായിരുന്നു. ഇതൊക്കെ പുറത്തു വന്നത് വിവരാവകാശം വഴിയാണ് എന്നത് ഓർക്കണം. അപ്പോഴാണ് ഈ നിയമം വലിയ തലവേദനയായി സർക്കാരിന് തോന്നിയത്. ഈ നിയമം എങ്ങനെയും ഇല്ലാതാക്കിയാൽ മാത്രമേ തങ്ങളുടെ അഴിമതി കഥകൾ പുറംലോകത്തു നിന്ന് മറച്ചു വെക്കാൻ കഴിയൂ എന്ന് അവർ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജനാധിപത്യത്തിലെ ദുർബലൻ്റെ നീതിയുടെ പടവാളാണ് വിവരാവകാശ നിയമമെന്നും അതിൻ്റെ കാവൽക്കാരായി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്നും നിലനിൽക്കുന്നിടത്താണ് അഴിമതിക്കാർക്ക് ചൂട്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം RTI നിയമത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും മായവും ചതിയും വഞ്ചനയും എല്ലാം സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയ കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് സത്യം വിളിച്ചു പറയണം. ഔദ്യോഗിക രഹസ്യ നിയമത്തിനു മേൽ വിവരാവകാശ നിയമം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞതിനാൽ
സത്യപ്രതിജ്ഞകൾ പോലും സുതാര്യതാ സംരക്ഷണ പ്രതിജ്ഞകളാകണം എന്നതുകൊണ്ട് തങ്ങളുടെ സ്വേച്ഛാധിപത്യം ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ടും വിവരാവകാശ നിയമത്തെ തകർക്കേണ്ടത് അവരുടെ ആവശ്യകതയായി മാറ്റുകയാണ്. പക്ഷേ ഇത് മോദി സർക്കാരിൻ്റെ ഈ നീക്കങ്ങളത്രയും ജനം ചോദ്യം ചെയ്തു കഴിഞ്ഞു. രാജ്യം നേരിടുന്ന ഒരു അർബുദം എന്നത് പോലെ അത് വളരാൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നതോടെ മോദി വീണ്ടും പ്രതിസന്ധിയുടെ ശരശയ്യയിൽ പെട്ടുപോവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.